ഓട്ടിസം അവയർനെസ് ഡേ ആണ്. മനസ്സിലായില്ലേ? ഒരുപക്ഷെ നമ്മളൊക്കെ ഒരുപാട് തെറ്റിദ്ധരിച്ച ഒരു പ്രശ്നമാണ് ഓട്ടിസം എന്ന് പറഞ്ഞത്. ഒരുപക്ഷെ നമ്മൾ ഓട്ടിസം കുട്ടികളെ നമ്മളിപ്പോഴും ഒരു ഒരു രോഗാവസ്ഥ എന്ന് കാണുന്നതിനേക്കാൾ ഉപരി അവർക്ക് കുറച്ചുകൂടി എക്സ്ട്രാ കാപ്പബിലിറ്റി ഉള്ള കുട്ടികളായിട്ട് കാണുന്നത് ഇപ്പോഴും നല്ലത്, ഓട്ടിസം ബാധിച്ചവർ. അപ്പോൾ ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപവറിങ് ഓട്ടിസ്റ്റിക് വോയിസസ് എന്നാണ്. ഓട്ടിസ്റ്റിക്കിന് വേണ്ടിയുള്ള ശബ്ദത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടിസം ബാധിച്ച ഒരു കുടുംബത്തിൽ തന്നെ എത്രയോ കുട്ടികൾ ഈ ഓട്ടിസം ബാധിച്ചവരുണ്ടാവും. അവർക്ക് നമ്മളെ അടുത്ത് നിന്ന് ശരിയായൊരു സപ്പോർട്ട് കിട്ടണം. ശരിയായ സപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവരെ വളരെ മോശമായ ദുർവ്യാഖ്യാനം ചെയ്യുന്നൊരു സ്ഥിതി നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അവർ കാരണം അവർക്ക് ശരിയായ രീതിയിൽ ഗ്രോ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഓട്ടിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അപ്പോൾ അത്തരം കുട്ടികൾക്ക് മുതിർന്നവരാണെങ്കിലൊക്കെ ഉണ്ടാകുന്ന കുറച്ച്